രാവിലെ എവിടെ പോയി രണ്ടാളും? ഇവിടെ അടുത്ത് കുളത്തിൻ്റെ അടുത്തൊക്കെ. നിന്റെ നാടല്ലേ, ഇഷ്ടമായോ? പിന്നെ നല്ല രസമുണ്ട്. നഫീസ് എന്നായിരുന്നു, ബാക്കി ഞാൻ നോക്കാം. ആ ചേച്ചി ഇരിക്കേ. ഭാസ്കർ എവിടെ പോയി? ഭാസ്കർ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, ഇപ്പൊ കഴിയാറായിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാം. ആ വേണ്ട. ചെറുപ്പത്തിൽ ഞങ്ങള് സ്ഥിര കുളത്തിലായിരുന്നു. മഴയത് ഭയങ്കര രസമാണ്. വിശ്വനും ഭാസ്കരനും അവിടെ ചേർന്നടിയ. ആ തുടങ്ങിയോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി. നിങ്ങൾ രണ്ടാളും മഴയത്ത് അടികൂടുന്നതൊക്കെ അതൊക്കെ ആയിരുന്നു കാലം. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ സ്കൂൾ തുടങ്ങും, അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു കുഴപ്പം. സേതോട്ടം സ്ഥിരം ക്ലാസ് കിട്ടിയായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ ദൂരം തല്ലിയിട്ടുണ്ടെന്നറിയാം. അല്ല, ഇത്രയും നല്ല ക്ലൈമറ്റിൽ ക്ലാസ്സിൽ പോയിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് റൂമിലിരുന്ന് മഴ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഡിപ്രഷൻ മൂടാ. അതാ ക്ലാസ്സിൻ്റെ കുഴപ്പം. ആ ഓന് മനസ്സിലായി. അത് മനസ്സിലായി. സ്കൂളും കോളേജൊക്കെ കട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് അല്ലേ അല്ല? അച്ഛാ, ഹരിയും അവൻ്റെ മുത്തശ്ശനും കൂടെ എന്തിനാ വന്നേ? ഒരു സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനാ. തെക്കേ കണ്ടില്ല? ആ അതൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. വിശ്വട്ടെ, ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. നിങ്ങൾ ചോദിച്ച പൈസ ഇത്തിരി കൂടുതലല്ലേ? അതെ, കൂടുതലാണ്. അയാളിപ്പോൾ അങ്ങനെ വാങ്ങണ്ട. അതെന്താ? അതെ, ഇതാണ് പണ്ട് മുതലേ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ. അയാൾ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പം നല്ലൊരു എമൗണ്ട് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് കൺസിഡർ ചെയ്തൂടെ? അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പാവം. പാവോ? ഇയാളോ? പണ്ടത്തെ ഇയാളെ അറിയാം നിനക്ക്? കുട്ടികളിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഇക്കൂട്ടരും ജാതി പറഞ്ഞാൽ വിളിക്കാം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇപ്പം അവർ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ലേ? ഈ റെസ്പെക്റ്റ് എപ്പോഴാണ് കിട്ടിയത്? അച്ഛൻ കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കിയപ്പോഴാണ്. അച്ഛൻ്റെ പേരിലുള്ള ഓരോ തുണ്ട് ഭൂമിയും അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. അല്ലാതെ അയാൾ പറയും പോലെ തലമുറ കൈമാറുമെന്നൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിലോ ഒരു പഴയ പോലെ തന്നെ. നമുക്കുമില്ല ജാതി സ്പിരിറ്റൊക്കെ. അതിൽ വേറൊരു ജാതിയിലുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കുമോ? നിൻ്റെ പഴയ ഒരുമാതിരി വർത്തമാനം പറയില്ല ഭാസ്കര. അതിവിടെ പണ്ടും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വർത്താനം പറഞ്ഞ നല്ല വിഷയട്ടാ. നമ്മളെന്തിനാ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു? ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ജീവിക്കുന്നതിനാണെങ്കിൽ നീ നിൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അത് കണ്ടോ? അതാണ് രാമനാഥന്റെ വീട്. റിലേറ്റീവ്സാ? അല്ല, നാഗവല്ലിന്റെ ലവർ. ഓ, അതാരാ? അവരിവിടെ പണ്ട് പെർഫോം ചെയ്യാൻ വന്നിരുന്ന തമിഴ് ഡാൻസറായിരുന്നു. നിങ്ങൾ അപ്പൂപ്പനെ അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു. ഇവിടെയോ? ആ പെട്ടി ഉണ്ടോ? അതവരുടെ. എവിടെയുണ്ട് ഇപ്പോ? മരിച്ചു. കൊന്നാന്ന നാട്ടുകാര് പറയുന്നത്. ഹൂതോ? അറിയില്ല. ചിലവര് പറയുന്നു നമ്മളപ്പൂപ്പനാന്നു. What are you saying? അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ പഴയ കാര്യങ്ങളെ പറ്റി. ഇതൊക്കെ അത് അച്ഛൻ ഉമ്മച്ചീനെ കല്യാണം കഴിച്ചതിന്റെ പ്രശ്നങ്ങളൊക്കെ അല്ലേ? എനിക്ക് ഈ കുടുംബത്തിന് ഒരുപാട് ഡാർക്ക് സീക്രറ്റ്സ് ഉണ്ട്. ഇതാ സിനിമയല്ലേ? I've seen it. മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴ്.
ഹിന്ദിയിലും കണ്ടിട്ടുണ്ട്. എന്ത് മണ്ടനല്ലേ. മോളെ ഭാസ്കരൻ ഒരു പാവം കുട്ടിയാ. പക്ഷേ ആ വിശ്വനുണ്ടല്ലോ ആ സത്ത പറഞ്ഞത് കേട്ടില്ലേ? അത് ചെറിയമ്മേ അന്നേരത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്. എന്ത് ദേഷ്യം? ഓൻ എപ്പോൾ ഇങ്ങനെ തന്നെയാ. കുടുംബത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, അവസാനം എല്ലാം കൂടി പാവം ഭാസ്കറിന്റെ തലയിൽ ഇടുകയും ചെയ്യും. മോളിപ്പോഴും മുസ്ലിം തന്നെയാ? ഞാൻ മതമൊന്നും മാറിയിട്ടില്ല. താഴെ ആക്കോടായിരുന്നല്ലേ. അതിലുണ്ടായിരുന്നോ അന്നൊക്കെ? ഞാൻ ജനിച്ച കൊല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ മാരേജ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ UK പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പൻ മരിച്ചു. അതിനും അച്ഛനെ തന്നെയല്ല എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ, പിന്നെ അമ്മൂമ്മ. നിഖിലിൻ്റെ അച്ഛനായിരുന്നു അവരുടെ ഫേവറേറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഇത്ര ഞാൻ പേര് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചിന്ന് വിളിക്കാം. ഇത്ര നേരം പേരില്ലേ വിളിച്ച്? കുഴപ്പമില്ല. സോ പാവം ഭാസ്കർ, എൻ്റെ ഹസ്ബൻഡ് ഇത്ര തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. ചെറിയമ്മ ഒരു പ്രത്യേക ടൈപ്പാ. എൻ്റെ അമ്മയെ ശരിക്കും അറിയില്ലല്ലോ. ചെറിയമ്മയുടെ തനി പകർപ്പാ. ഇവർ രണ്ടുപേരും കൂടെ കൂടിയാ കാണുന്ന എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം അപ്പുറത്ത് തന്ന ഏട്ടൻ്റെ ഏട്ടത്തിയുടെ അടുത്ത് എന്നെ പറ്റി പറയുന്ന കേൾക്കാം. അതെ മിസ്റ്റർ പാവം ഭാസ്കർ, 24th റിട്ടേൺ ടിക്കറ്റാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എന്നാലും അമ്മ ഇപ്പോഴും അങ്ങനെ ബ്രീത്ത് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നോക്കാം. നാളെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മളെല്ലാം ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണോ ഭാസ്കർ? നീ ചിലപ്പോൾ ആയിരിക്കും. ഞാൻ ഭയങ്കര പാവമല്ലേ. എനിക്ക് ചെറിയമ്മയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ചെറിയമ്മയുടെ സർട്ടിഫിക്കറ്റ് ലണ്ടനിൽ പോയിട്ട് മോർഗേജ് ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കണേ. പൾസ് ഭയങ്കര വീക്കാണ്. എന്തുകൊണ്ട് സെർവ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. വെന്റിലേറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഡോക്ടർ ഇപ്പോഴും? നമ്മുടെ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. പിന്നെ ഫീഡിങ് ട്യൂബ് ഉണ്ടല്ലോ, ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിർത്തണോ? അയ്യോ, അങ്ങനൊന്നും ചെയ്യല്ലേ. അമ്മ സമാധാനമായിട്ട് പോട്ടെ. ഇതെന്താ പഴയ മലയാള സിനിമ പോലെ സൂട്ട്കേസൊക്കെ ആയിട്ട്? ഭാസ്കര, നീ ശരിക്കും ഡോക്ടർ ആയോടെ? പെട്ടിയിൽ കൂട്ടുണ്ട്, കാണണോ? അങ്ങനെയുണ്ട് പറയട്ടെ. ആതിര, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എന്ത് തന്നെ വല്ല ഇന്ന മീനിങ് ഉണ്ടോ? അങ്ങനെ തോന്നിയാ? ഒന്നും തോന്നാത്തോണ്ട് ചോദിച്ചത്. ഇത്രയായി കണ്ടിട്ട് 2 കൊല്ലമായി കാണൂല്ലേ? ശരിയാ, കുറേ പറ. എന്നിട്ട് എന്തല്ല? ഏതാ ഫ്രീക്ക്? അതൊക്കെ ഞാൻ പറയാം. ഇതാണോ എൻ്റെ NRI ബ്രദർ? കസിൻ. ഓക്കെ. ഇത് തന്നെയാ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. ഇത് നിഖിൽ. ഹായ്. മലയാളമൊക്കെ അറിയോ? എന്നെക്കാട്ടും നന്നായിട്ട് അറിയാം.
പറ ഏതാ ചെക്കൻ? ആ അതാണ് DJ RK, അല്ലെങ്കിൽ DJ രാജേഷ് കൊയിലാണ്ടി. കൊയിലാണ്ടിയിലെ ആസ്ഥാന DJ കാരനാ. എന്ത്? എനിക്കറിയാം, ഗീതേച്ചിന്റെ മോനാ. എനിക്ക് ഓർമ്മയില്ലല്ലോ. ആ അതോനിപ്പോ നല്ല മാറി, വലിയ തമാശക്കാരനാന്ന് ഓൻ തന്നെ പറയുന്നത്. ഓന്റെ തമാശയൊക്കെ കേട്ട ആൾക്കാർ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പൂത്രേ. എന്നിട്ട് മണ്ണൊക്കെ കൊണ്ടാണ് അപ്പുറത്തെ ബൈപ്പാസിന് വേണ്ടിയിട്ട് പാടം നികത്തുന്നതെന്നൊക്കെയാണ് പറയും. നല്ല മനസ്സിലാവുന്നുണ്ടോ? കാര്യാക്കണ്ട, ഉള്ളപ്പോഴും ഇങ്ങനെയാ. നാളെ കളിയാട്ടത്തിന് മുപ്പരവക പെർഫോമൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കിയേ, കളിയാട്ടത്തിനും DJ. കളിയാട്ടം എന്താ? അതിവിടുത്തെ അമ്പലത്തിൽ ഉത്സവ. ഒരാഴ്ചയായി തുടങ്ങിയിട്ടില്ലേ? നാളെ ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് പോയാലോ? അതെ, നിങ്ങൾ NRI കിഡ്സിന് ഇവിടുത്തെ എക്സോട്ടിക് ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? ഒന്ന് നിർത്തുവോ തന്നെ? നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഡോക്ടർ പറഞ്ഞു നാളെ ആകുമ്പോഴത്തേക്കും. ഞാൻ ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് അമ്മക്ക്? അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും മരിക്കാൻ കാത്തിരിക്കണം മാതിരിയാ 2 ദിവസമായി. ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. DJ രാജേഷിന്റെ പാട്ട് വെക്കണം. അവസാനം എന്നെ ചീത്ത വിളിക്കരുതേ. ഇതാണ് ഇളയവൻ ഭാസ്കരൻ. കുറച്ച് ദിവസം മുന്നേ എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ അടുത്ത സിറ്റിസനാ? ഞാനെടുത്തിട്ടില്ല, വൈഫിനും കുട്ടികൾക്കൊക്കെ ഉണ്ട്. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒസ്യത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഭൂമിയും വസ്തുക്കളും ബാങ്ക് അക്കൗണ്ടും 3 മക്കൾക്കും തുല്യമായിട്ട് വീതിക്കേണ്ടി വരും. ഇളയനെ അന്നൊന്നും വേണ്ടെന്നല്ല എന്നോട് പറഞ്ഞേ. ഇല്ലേ, ഇതിപ്പോൾ എപ്പോഴാണ് നടന്നത്? അതൊരു 10-24 കൊല്ലം മുമ്പ് ഓൻ ഈ വീട് വിട്ട് പോയപ്പോൾ. 24 കൊല്ലം മുമ്പ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരും, ഒരു സത്യവാങ്മൂലോടെ എഴുതി ഒപ്പിടേണ്ടി വരും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. നിങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ എവിടെയെന്ന് പറഞ്ഞേ? ഓൻ കെട്ടിയിട്ടില്ല. അത് ശരി. അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? കല്യാണ പ്രായം കഴിഞ്ഞു. ഇതിനങ്ങനെ പ്രായമൊന്നുമില്ല. 60 വയസ്സിലെ ആൾക്കാർ കെട്ടണില്ലേ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഈ വടയിലെന്ന് വേണമെങ്കിൽ ഒരു പെണ്ണ് നോക്കാം. വേണോ? നിങ്ങൾക്ക് ബ്രോക്കർ പണി ഉണ്ടോ? നമ്മളെല്ലാം പണിയെടുക്കും. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ചോദിച്ചാൽ മതി. ഇതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേന്നുള്ളൂ. നിങ്ങൾ കെട്ടണച്ചാൽ ഭയം കെട്ടിക്കൂടെ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടാനുള്ളത് മുഴുവൻ മൂപ്പർ കിട്ടൂലേ? എങ്ങനെ? എന്നാലും അത് ശരിയല്ലല്ലോ. പ്രോപ്പർട്ടിയിൽ എനിക്ക് അവകാശമുള്ളതല്ലേ. പണ്ട് ഇവിടെ നിന്ന് പോയപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് ഭാസ്കർ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ. അത് അന്നത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാനെവിടെ ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഭാസ്കർ എന്താ വെച്ചാൽ ചെയ്തോളൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ജനിച്ചു വളർന്ന് മണ്ണല്ലേ, എന്നോടൊന്ന് ചോദിക്കണ്ടേ? അതെ, നമ്മളിവിടെ വന്നിട്ട് 3 ദിവസമായി. ഭാസ്കർ എന്ത് വിചാരിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരെ നോക്കി നടക്കുന്നത്? മോർഗേജ് പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ വാടക വീട്ടിലോട്ട് മാറേണ്ടി വരും.